പൊരിഞ്ഞ കാറ്റും. ഇത് തമിഴ്നാട്, അപ്പുറം സൈഡ് കേരളം. ഹലോ ഗായ്സ്, നമ്മളിന്ന് പുതിയ മലയിൽ കയറാൻ പോവാണ്. സ്ഥലത്തിൻ്റെ പേര് രാജത്തോട്ടം. ഇത് വരുന്നത് തെന്മലയിലാണ്. തെന്മല അല്ല, ആക്ച്വലി തമിഴ്നാട്ടിലാണ്. തെന്മല തമിഴ്നാട് ബോർഡർ. അപ്പം നമ്മൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. കാറുകൊണ്ടും താഴെ ഇട്ടിട്ടുണ്ട്. ഇപ്പം മല കയറി തുടങ്ങി. സംഭവം കുറേ ദൂരം കയറാനുണ്ട്. എനിക്ക് തോന്നുന്നു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പക്ഷേ ഫുള്ള് കാട് വഴിയാണ്, നല്ല കയറ്റമാണ്. അപ്പം നമുക്ക് എന്തായാലും കയറി നോക്കാം. കയറി നോക്കിയിട്ട് സംഭവം അടിപൊളി വ്യൂ ആണെന്നാണ് കേട്ടത്. അപ്പം എന്തായാലും മുകളിലെത്തിയിട്ട് നോക്കാം. നമ്മൾ വണ്ടി വെക്കുന്ന സ്ഥലത്ത് നിന്ന് നടന്നു തുടങ്ങുമ്പം ആദ്യത്തെ കുറച്ച് ദൂരം നല്ല കാട് പോലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് എത്താനുള്ള വഴിയെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മൾ തെന്മലയിൽ നിന്ന് തെങ്കാശി പോകുന്ന വഴി ഇടയ്ക്ക് വെച്ച് റോസ്മലയിൽ പോകാൻ വേണ്ടി റൈറ്റ് വരും. പിന്നെ ആദ്യം തന്നെ പറയാലോ, ആ വഴി നല്ല മോശമാണ്, കുറച്ച് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ റോസ്മല പോകുന്ന വഴി കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് കാണും, രാജത്തോട്ടം എന്നൊരു ബോർഡും കാണും. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വെക്കുന്ന സ്ഥലം കാണും. അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് പോകുന്നതാണ്. കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്ക് മറ്റേ കാട് ചെറുതായി പുൽമേട് പോലായി തുടങ്ങും. വലിയ വലിയ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. നമ്മളങ്ങനെ എനിക്ക് തോന്നുന്നു പകുതി ദൂരം ആയെന്ന് തോന്നുന്നു. ഇനി മേലോട്ട് അങ്ങോട്ടാണ് കയറണ്ടേ. ഓ, വ്യൂ നോക്ക്. ഇപ്പം തന്നെ വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അതെന്തോ എനിക്ക് തോന്നുന്നു ഡാമിൻ്റെ എന്തോ ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങ് കാണുന്ന ഒരു സ്ട്രക്ചർ കണ്ടോ? വലിയ ഉറപ്പില്ല. അല്ല, അത് മതില, അങ്ങനെ എന്തോ സംഭവം. നമുക്കപ്പം മേലിലോട്ട് ബാക്കി കയറാം. അപ്പോൾ നല്ല വെയിലാവുന്നുണ്ട് മോനെ. എനിക്ക് തോന്നുന്നു അവിടെ എത്തണമെന്ന് തോന്നുന്നു. അല്ല, അവിടെ അല്ല, പിന്നെ കയറണമെന്ന് തോന്നുന്നു. പോയി നോക്കാം. വഴി തെറ്റി ഇതാ തീർന്ന്. അപ്പോൾ നമുക്ക് ഇല്ല, അവിടെ നിന്ന് ലെഫ്റ്റ് പോയി നോക്കാം. ഇപ്പം തന്നെ 2-3 വഴി പോലെ കണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ലെഫ്റ്റും റൈറ്റും ഒക്കെ പോയി നോക്കിയതാ. ഗൈസ് കുറച്ച് നേരം ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എത്തേണ്ടത് അവിടെ കണ്ട് എത്തണ്ടേ, അതോ അപ്പുറത്താണോ? അവിടെ കണ്ടാണ് സംഭവം. നിങ്ങളിൽ കയറുമ്പോൾ തമിഴ്നാടല്ല, തെങ്കാശി ആ ഭാഗം നല്ല വൃത്തി ഇങ്ങനെ കാണാൻ പറ്റേണ്ടതാണ്. തെങ്കാശി തമിഴ്നാട്ടിലാണല്ലോ. അപ്പം കയറി നോക്കാം. അവർ 10 പേരുണ്ടെന്ന് തോന്നുന്നില്ലേ? നല്ല അടിപൊളി കാറ്റ്. ഓ, എന്ത് കാറ്റാ! അട്ടയുണ്ട് ഇവിടെ വരുന്നവർ സൂക്ഷിക്കണം. ഇതാ അതിപ്പോൾ അട്ട ഊരി കളഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ഇതാ ചോരയുണ്ടോ? അപ്പോൾ പക്ഷെ ഇതിൻ്റെ മേളിലേക്ക് അട്ടൊരു നല്ല വിചാരിച്ചു, ഇത്ര പൊക്കത്തിൽ. ഇനി ഇത്രയും കൂടെ കയറണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ മേളിലെത്താൻ പറ്റും. നല്ല തെന്നലുണ്ട്, വിചാരിക്കുന്ന പോലെയല്ല. ചുമ്മാ തെന്നിപ്പോവാ. മണ്ണല്ലേ, മണ്ണിങ്ങനെ കുത്തനെ ഇരിക്കുമല്ലേ, അപ്പോൾ തെന്നി വീഴാൻ നല്ല ചാൻസാ. ഗൈസ്, ഇത് കണ്ടോ? മേഘം പോകുന്നുണ്ടോ? ഈ കാണുന്ന നിഴലുണ്ടോ കറുത്ത കളറ്? അത് ഫുള്ള് മേഘത്തിൻ്റെ നിഴലാ. ഇങ്ങനെ മാറി പോകുന്നുണ്ടോ? നല്ല രസമില്ലേ? നമ്മള് മേളിലെത്താറായി. ഞാൻ പറഞ്ഞത് കേൾക്കാൻ വരുന്നത് എനിക്ക് അറിയത്തില്ല. ഭയങ്കര കാറ്റ് കാരണം ഒരു രക്ഷയില്ല. ഉടുപ്പൊക്കെ പാറുന്നുണ്ടോ? ഉടുപ്പ് പോട്ടെ, പുല്ലിലോട്ട് നോക്ക്. ഓ, ഭയങ്കര കാറ്റ്. ഇപ്പം സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ ഇവിടെ ചൂടില്ല. നല്ല തണുത്ത കാറ്റാ, നല്ല തണുത്ത അന്തരീക്ഷം. അത് തന്നെ ഭയങ്കര അടിപൊളിയല്ലേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നട്ടുവെച്ച സമയത്ത്. ഇപ്പോൾ 12 മണി ഇപ്പോൾ ആവും, എന്നാൽ പോലും ഇത്ര നല്ല തണുത്ത കാറ്റാ. ഒട്ടും വീർത്തിട്ടില്ല കണ്ടോ? ഇല്ലല്ലോ, ഇല്ല വീർത്തിട്ടില്ല. നല്ല അടിപൊളി തണുത്ത കാറ്റ്. ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്താറായി. എനിക്ക് തോന്നുന്നു നമ്മുടെ മുകളിലെത്തിയെന്ന് തോന്നുന്നു. ഇതാ ഒരു കൊടിയൊക്കെ ഉണ്ട്, കൊടിയല്ല, കുരിശൊക്കെ ഉണ്ട്. ഓ യെസ് ഗൈസ്, നമ്മൾ മുകളിലെത്തി. ഇനി വ്യൂ ഉള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കല്ലിന് മേളിൽ കയറണം. കല്ലിന് മേളിൽ കയറി നോക്കാം. ഓ, ഇവിടെ കുഴിയാണല്ലോ, കുഴപ്പമില്ല, കയറാൻ പറ്റും. ഓ മൈ ഗോഡ്, നമ്മള് വ്യൂ കണ്ടു. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു രക്ഷയില്ല എൻ്റെ മോനെ. എടാ വ്യൂ എന്നൊക്കെ പറഞ്ഞ
ഓ ഏതാ വ്യൂ! തമിഴ്നാട് തെങ്കാശിക്ക് കാണുന്നത് ഒരു രക്ഷയില്ല ഗൈസ്. കാറ്റെന്നെല്ലാം പറഞ്ഞ അന്യായ കാറ്റ്. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? അത്രയ്ക്ക് കാറ്റാ. സൂപ്പർ, ഒരു രക്ഷയില്ല. അതാ നല്ല നല്ല തണുത്ത കാര്യം നട്ടുച്ചയ്ക്ക്. അയ്യോ വ്യൂ നോക്കിയേ എന്റെ മോനെ. ഇവിടുന്ന് 360 ഡിഗ്രി വ്യൂ ആണ്. വ്യൂ ഒരു രക്ഷയില്ല. ഞാൻ ചുറ്റും കാണിച്ചു തരാം, നോക്കിയോ. സ്ഥലം സൂപ്പറായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഇത്ര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല. അത്രയ്ക്ക് അടിപൊളി സ്ഥലമായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് ഇറങ്ങാനേ തോന്നില്ലായിരുന്നു. സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഗൈസ്. ഇതൊരുമാതിരി കേരളത്തിൻ്റെ ഒരു അറ്റമെന്ന് പറയാം. കാരണം നേരെ ഫ്രണ്ടിൽ കാണുന്നത് പരന്നു നടക്കുന്ന തമിഴ്നാടും നമ്മുടെ ബാക്കി കേരളത്തിലെ മലനിരകളും. നമ്മളപ്പോൾ തിരിച്ചിറങ്ങുവാണ്. എനിക്ക് ഇരുന്നിട്ട് മതിയാവുന്നില്ലായിരുന്നു. പിന്നെ എന്തായാലും ഇറങ്ങിയല്ലേ പറ്റൂ, വീട്ടിൽ പോകണമല്ലോ. അതുകൊണ്ട് മാത്രം ഇറങ്ങുക. ഇറങ്ങുന്ന വളരെ സൂക്ഷിച്ച് വേണം, തെന്നി വീഴാൻ നല്ല സാധ്യതയുണ്ട്. എടാ പോയി 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 ഇല്ല വീണില്ല. പിന്നെ നമ്മൾ പതുക്കെ ആ കയറിപ്പോൾ വഴി കൂടെ തന്നെ പതുക്കെ ഇറങ്ങി താഴെ എത്തി. ഇറങ്ങി വരുന്ന വഴി ഞാൻ വിചാരിച്ച പോലെ 2-3 പ്രാവശ്യം തെന്നി വീണ്. ഗൈസ് അപ്പോൾ ഇറങ്ങി വണ്ടി വെച്ച സ്ഥലത്തെത്തി. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.